തിരുവനന്തപുരം മുതലപ്പൊഴി അപകട മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയവും ശാശ്വതവുമായ പരിഹാരം കണ്ടെത്താൻ കേന്ദ്ര സാങ്കേതിക വിദഗ്ധ സമിതി വീണ്ടും എത്തുമെന്ന് ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ. വരാനിരിക്കുന്ന ജൂലൈ മാസത്തിലാണ് കേന്ദ്ര ജലവൈദ്യുത ഗവേഷണ കേന്ദ്രത്തിലെ വിദഗ്ധർ പ്രദേശം സന്ദർശിക്കുക. നേരത്തെ ഈ മേഖലയിൽ പഠനം നടത്തിയ വിദഗ്ധർ തന്നെയാണ് ഇതിനായി വീണ്ടും ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മുതലപ്പൊഴി അഴിമുഖത്തെ അപകട സാഹചര്യങ്ങൾ നേരിട്ട് വിലയിരുത്താൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രി പ്രദേശം സന്ദർശിച്ചിരുന്നു. പെരുമാതുറ പുലിമുട്ട് ഭാഗം കണ്ട് വിലയിരുത്തിയ മന്ത്രി താഴമ്പള്ളിയിൽ വെച്ച് നടന്ന യോഗത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകളും ആവശ്യങ്ങളും വിശദമായി കേട്ടു. വരാനിരിക്കുന്ന സന്ദർശന വേളയിൽ കേന്ദ്ര സാങ്കേതിക സമിതി മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായങ്ങൾ നേരിട്ട് കേൾക്കുമെന്നും അതിനുശേഷം തുടർ നടപടികൾക്കായി വിപുലമായ യോഗം ചേരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ടെക്നിക്കൽ ടീം ജൂലൈയിൽ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. വീണ്ടും അവർ സന്ദർശിച്ച ശേഷം ഇവിടുത്തെ ലോക്കലായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ കൂടി അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് അവർ തരുന്ന ഒരു റിപ്പോർട്ട് ഞങ്ങൾ വീണ്ടും യോഗം ചേർന്ന് ചർച്ച ചെയ്തതിന് ശേഷം അതിൽ മുമ്പോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ ഈ മണ്ണ് അടിയുന്നത് കൊണ്ട് ഡ്രഡ്ജിങ് ഇപ്പോൾ ഇവിടെ ആവശ്യമായിട്ടുണ്ട്. അതേപോലെ തന്നെ കല്ല് കുറച്ച് ഇടിഞ്ഞ് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യാനുള്ള ഡയറക്ഷൻ സിക്ക് കൊടുത്തിട്ടുണ്ട്. സി അതിനുവേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്യും. അതുപോലെ തന്നെ സിഗ്നൽ ലൈറ്റ് ഇപ്പോൾ ബാക്കിലാണ്, ഫ്രണ്ടിലേക്ക് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും സിക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. സി അതിനുവേണ്ടിയുള്ള നടപടികൾ എടുക്കും. തീർച്ചയായിട്ടും നമുക്ക് സുരക്ഷിതമായ ഒരു മത്സ്യബന്ധനം നടത്തുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഇവിടുത്തെ എല്ലാവരുടെയും അഭിപ്രായം കൂടി കേട്ട ശേഷം ടെക്നിക്കലായിട്ട് കിട്ടുന്ന അഡ്വൈസ് അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകും. പ്രതിസന്ധി പരിഹരിക്കാൻ മൺസൂണിന് ശേഷം ഡ്രഡ്ജിംഗ് നടത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിലുള്ള ഡ്രഡ്ജറുകളുടെ പരിമിതികൾ മറികടക്കാൻ അദാനി ഗ്രൂപ്പിന്റെ കൈവശമുള്ള കൂടുതൽ ശേഷിയുള്ള ഡ്രഡ്ജർ ഉപയോഗിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണ്. ഇതിന്റെ സാങ്കേതിക സാമ്പത്തിക വശങ്ങൾ പരിശോധിച്ച് അടിയന്തര തീരുമാനമെടുക്കും. കൂടാതെ പുലിമുട്ടിൽ നിന്നും തകർന്ന് അഴിമുഖത്തേക്ക് വീണ് ഭീഷണി ഉയർത്തുന്ന വലിയ കല്ലുകൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ ഹാർബർ എഞ്ചിനീയറിംഗ് ചീഫ് എഞ്ചിനീയർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൊഴിലാളികളുടെ ആവശ്യപ്രകാരം ദിശ ലൈറ്റ് കൂടുതൽ മുന്നിലേക്ക് മാറ്റി സ്ഥാപിക്കാനും നടപടിയുണ്ടാകും. രക്ഷാപ്രവർത്തനത്തിന് കാര്യശേഷിയുള്ളവരെ നിയോഗിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ചിറയൻകീഴ് MLA രമ്യ ഹരിദാസ്, ഹാർബർ ചീഫ് എഞ്ചിനീയർ, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, മത്സ്യത്തൊഴിലാളി നേതാക്കൾ എന്നിവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. പ്രഖ്യാപിച്ച നടപടികളെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന ഉറപ്പോടെയാണ് മന്ത്രി മടങ്ങിയത്. തലസ്ഥാന വാർത്തകൾ, പെരുമാതുറ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Fashion Jewelry, Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തൻകോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.